2025 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് ടൈം ലൂപ്പ് മൂവിയാണ് എക്സിറ്റ് 8. എന്നും പോലെ ജോലിക്ക് പോയിട്ട് വരുന്ന നമ്മുടെ നായകൻ എന്നാൽ ഒരു ദിവസം വരുന്ന വഴിയിൽ സബ്വേ സ്റ്റേഷനിലുള്ള ഒരു ടണലിലെ ലൂപ്പിൽ പെട്ടുപോകുന്നു. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് തന്നെ വീണ്ടും വീണ്ടും വന്ന് പെടുകയാണ്. എന്തൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാനും പറ്റുന്നില്ല. ഒടുക്കം എങ്ങനെയായിരിക്കും അവൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? അതോ ലൈഫ് ലോങ് ആ ലൂപ്പിൽ തന്നെ പെട്ടുപോയോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ഒരു മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് നിയോം. അവൻ തന്റെ ഫോണിലായിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഒരമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അടുത്ത് നിന്ന് ഒരാള് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്ര ആൾക്കാർ മിണ്ടാതിരിക്കുന്ന നീ കണ്ടില്ലേ? അതിന്റെ വായ നടച്ചു വെക്കാൻ നോക്ക്, എന്തൊരു ശല്യം അത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഭയങ്കര ബഹളം. നിയോമാണെങ്കിൽ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ഫോണിലായിട്ട് സോങ്ങും പ്ലേ ചെയ്തുകൊണ്ട് ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിലേക്ക് തിരികെപ്പോഴാണ് അവന്റെ വൈഫിന്റെ കോള് വരുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ട്രെയിൻ നിന്നപ്പോൾ നീയോ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. നീ ഇപ്പൊ എന്തിനാ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ പ്രഗ്നന്റാ. അവൾ പറയുന്നത് കേട്ടതും നീയും ശരിക്കും ഞെട്ടി. കാരണം രണ്ടുപേരും ഇപ്പോഴങ്ങോട്ട് ഡിവോഴ്സ് ആയതേ ഉള്ളൂ. അപ്പോഴാണ് ഗർഭം. തിരികെ അവൻ എന്തോ മറുപടി പറയാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് ആരുടെ കൈ തട്ടി ഫോൺ താഴേക്ക് വീഴുന്നത്. ഭാഗ്യത്തിന് ഫോൺ പൊട്ടിയില്ല. പക്ഷേ പിന്നീട് സംസാരിക്കാൻ നോക്കിയപ്പോൾ സിഗ്നലും കിട്ടുന്നുണ്ടായിരുന്നില്ല. സബ്വേ അല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കാമെന്ന് കരുതി അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. നടന്ന് എക്സിറ്റ് 8 എന്ന് എഴുതിയെടുത്തേക്കായിരുന്നു അവൻ വന്നത്. അവിടെ തന്നെ ഒരു വൈറ്റ് ഷർട്ടും കറുത്ത പാന്റും ഒക്കെ ഇട്ട് കയ്യില് സൂട്ട് കേസൊക്കെ ആയിട്ട് ഒരാൾ റോബോട്ട് നടക്കുന്ന പോലെ അവന്റെ ഓപ്പോസിറ്റ് കൂടി നടന്നു പോകുന്നുണ്ട്. പക്ഷേ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് നടക്കുവാണ്. എന്നാൽ നടന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് ചെന്നതും അവനൊന്ന് ഷോക്കായി. കാരണം കുറച്ചു നിമിഷങ്ങൾക്ക് മുന്നേ താൻ ഏത് വഴിയാണോ വന്നത് അതേ സ്ഥലത്താണ് ഇപ്പോ ദേ വീണ്ടും വന്നു നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എക്സിറ്റ് 8-ൽ മാത്രമല്ല, നേരത്തെ അവനെ ക്രോസ് ചെയ്ത് നടന്നുപോയ അതേ ആള് തന്നെ ദേ വീണ്ടും നടന്നു പോകുന്നു. ഇനിയിപ്പോ തനിക്ക് തോന്നിയതാകുമോ? അവൻ സംശയത്തോടെ പിന്നെ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. സൈഡിലായിട്ട് ലെവൽ 0 എന്ന നമ്പറുള്ള ഒരു ബോർഡും ഉണ്ട്. അതും കടന്ന് മുന്നിലേക്ക് പോയതും ദേ വീണ്ടും എക്സിറ്റ് 8. നേരത്തെ കണ്ട അതേ ആള് തന്നെ വീണ്ടും അതുപോലെ നടന്നു വരുന്നു. നിയോമിന് ഒന്നും മനസ്സിലായില്ല. അവന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ഈ അവസ്ഥയില് ആരാണ് പേടിക്കാത്തതല്ലേ? പഴയ പോലെ തന്നെ ആളെ നിയോമിനെ ക്രോസ് ചെയ്തു പോയി. പക്ഷേ അയാള് നടക്കുന്നതിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും ദേ പിറകിൽ ഇളിച്ചോണ്ട് നിൽക്കുന്നു. കണ്ടാലേ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ വേഗം മുന്നിലേക്ക് ഒരു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. വല്ല പ്രാന്തനാണെങ്കിലോ? സമാധാനത്തോടെ പിന്നെ നടക്കാൻ തുടങ്ങി. വീണ്ടും ലെവൽ 0 കടന്ന് മുന്നിലേക്ക് വന്നതും ദേ പിന്നെ എക്സിറ്റ് 8. ലയാളാണെങ്കിൽ ദേ പിന്നെ നടന്നു വരുന്നു. വന്നിടത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും വരികയാണ്. നടന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും നടക്കുന്നു. എന്നാൽ ഇത്തവണ നീയോ മുന്നിലേക്ക് ഓടാതെ വന്ന വഴിയെ തിരിഞ്ഞോടുകയാണ് ചെയ്തത്. ഓടി ലെവൽ 0 കടന്ന് പിറകിലേക്ക് ഓടിയതും ദേ പിന്നെ എക്സിറ്റ് 8. സ്യൂട്ട് കേസും പിടിച്ച് ലങ്ങേരും ഒരു റോബോട്ടിനെ പോലെ അവനെ ക്രോസ് ചെയ്തു പോകുന്നു. മുന്നോട്ട് പോയാലും പിറകോട്ട് പോയാലും വരുന്നത് ഒരേ അടുത്തേക്ക് തന്നെ. എല്ലാം കൊണ്ടും അവനാകെ വട്ട് പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോഴാണ് അവിടെ ഒരു എമർജൻസി ബട്ടൺ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. എന്തെങ്കിലും സഹായം കിട്ടിയാലോ എന്ന് കരുതി അവൻ വേഗം ചെന്ന് അതിൽ പ്രസ് ചെയ്തു. പക്ഷേ അത് വർക്കല്ല. പിന്നീട് അവിടെയുള്ള ഓരോ ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അത് ഓപ്പൺ ആവുന്നില്ല. ഇനി എന്ത് വേണമെന്നറിയാതെ ആകെ കുഴഞ്ഞിരിക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റിലെ ചുവരിലായിട്ട് ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ അവൻ കാണുന്നത്. അതിൽ കുറെ ഉറുമ്പുകൾ ഇൻഫിനിറ്റ് ആയിട്ട്, അതായത് 8 എന്ന ഷേപ്പിൽ തന്നെ വീണ്ടും വീണ്ടും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അത് കണ്ടതും ചിലപ്പോൾ താനും അതുപോലെ ഒരു ലൂപ്പിൽ പെട്ടുപോയതായിരിക്കും എന്ന് തോന്നി. ആ ഫോട്ടോയിലേക്ക് നോക്കി അവൻ അതും ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചുവരിൽ കൂടിയും റൂഫിൽ കൂടിയും എല്ലാം ബ്ലഡ് ഒഴുകി വരാൻ തുടങ്ങിയത്. ആരായാലും ഞെട്ടിപ്പോവില്ലേ? പേടിച്ചു പോയ നിയോം വേഗം തിരിഞ്ഞോടുന്നു. പിറകിലേക്ക് ഓടിയതും ദേ ലവിടെ അയാള് കയ്യിലൊരു ഫോണും പിടിച്ച് നോക്കി നിൽക്കുന്നു. അയാളെ മറികടന്ന് ഇത്തവണ അവൻ ചെന്ന് നിന്നത് ലെവൽ 1 എന്ന ബോർഡിന് മുന്നിലാണ്. അതിനു മുന്നേ എപ്പോഴും അവിടെ ലെവൽ 0 അല്ലായിരുന്നോ? എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലെവൽ 1 ആണ്. അത് എങ്ങനെയാണ് മാറിയതെന്ന് അവനും അറിയില്ല, നമുക്കും അറിയില്ല. അതും ആലോചിച്ച് ആകെ തല പോഞ്ഞിരിക്കുമ്പോഴാണ് ലെവൽ 1 ബോർഡിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇൻഫർമേഷൻ എന്നെഴുതിയ മറ്റൊരു ബോർഡ് അവൻ കാണുന്നത്. അതിലായിട്ട് കുറച്ച് റൂൾസ് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ടണൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായി, അതായത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുകയാണെങ്കിൽ വേഗം തന്നെ തിരിഞ്ഞോടണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ലെങ്കിൽ മുന്നിലേക്ക് തന്നെ നടക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾക്ക് എക്സിറ്റ് 8 കടക്കാനാകും. എന്നാൽ അത് വായിച്ചിട്ട് നിയോമിന് ഒന്നും മനസ്സിലായില്ല. അവൻ വീണ്ടും മുന്നിലേക്ക് തന്നെ നടക്കാൻ തുടങ്ങി. ഇത്തവണയും എക്സിറ്റ് 8-ൽ തന്നെ വന്നു. പതിവ് പോലെ ആ
സ്യൂട്ട് കേസ് മാൻ അവനടുത്തേക്ക് നടന്നു വന്നതും, അതെ, ഈ എക്സിറ്റ് 8 എവിടെയാണെന്ന് അറിയാവോ? എനിക്ക് എങ്ങോട്ട് പോണെന്ന് അറിയില്ല. നിയോം ചോദിച്ചിട്ടും അയാള് മറുപടി ഒന്നും തരാതെ കല്ല് പോലെ നടന്ന ഒരൊറ്റ പോക്ക്. ഇനിയിപ്പോ ആരോട് ചോദിക്കാനാ? അവൻ വീണ്ടും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ആ റൂൾസിൽ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയതുമില്ല. എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മുന്നിലേക്ക് നടന്ന് എക്സിറ്റ് 8 കടന്നു ചെന്നതും ദേ വീണ്ടും 0. നേരത്തെ ഒന്നല്ലായിരുന്നോ? റൂൾസിൽ പറഞ്ഞതുപോലെ അവിടെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെവൽ 2 അല്ലേ വരേണ്ടത്? പക്ഷേ വീണ്ടും അങ്ങനെ 0 ആയി. താൻ ശ്രദ്ധിക്കാതെ പോയ എന്തോ ഒരു മാറ്റം അവിടെ ഉണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലായി. ഇത്തവണ ഒരു തെറ്റും വരാൻ പാടില്ല. അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ വീണ്ടും എക്സിറ്റ് 8ലേക്ക് ചെല്ലുന്നു. ശേഷം ഫോൺ എടുത്ത് അവിടെയുള്ള ഓരോ കാര്യങ്ങളും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. വാളിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസും ഡോറുകളും സ്യൂട്ട് കേസ് മാനയും അങ്ങനെ അവിടെയുള്ള എല്ലാം അവൻ ഫോട്ടോ എടുത്ത് വെക്കുന്നു. അടുത്ത തവണ ഈ ഫോട്ടോസിൽ നോക്കിയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മനസ്സിലാകുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ അവൻ മുന്നിലേക്ക് നടന്നു പോകുന്നു. ഇത്തവണ എല്ലാം ശരിയായതുകൊണ്ട് ലെവൽ 0 മാറി ലെവൽ 1ലേക്കാണ് വന്നതും. അങ്ങനെ തന്നെ ഇതുപോലെ മുന്നോട്ട് പോയാൽ ലെവൽ 8 എത്താൻ പറ്റും. നിയോ വീണ്ടും മുന്നിലേക്ക് നടന്നു. ഇത്തവണ ഫോണിലുള്ള ഫോട്ടോസ് വെച്ച് എല്ലാം നോക്കാമെന്ന് കരുതി അവൻ ഫോൺ എടുത്തിട്ട് ഗാലറിയിലുള്ള ഫോട്ടോസ് നോക്കിയപ്പോഴോ കഴിഞ്ഞ തവണ എടുത്ത സകല ഫോട്ടോസും ഒരു യെല്ലോ കളർ വന്ന് ബ്ലറായി കിടക്കുന്നു. എന്ന് വെച്ചാൽ ഇമാതിരി ഉടായ്പ പണികളൊന്നും നടക്കില്ല. ഓരോ തവണയും കഷ്ടപ്പെട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഓർമ്മയിലുള്ളത് വെച്ച് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഫോട്ടോസ് എല്ലാം ശരിയാണ്. സ്യൂട്ട് കേസ് മാന് ശരിയാണ്. എന്നാൽ അയാൾ മറികടന്ന് പോയതും പെട്ടെന്ന് ശബ്ദം നിലയ്ക്കുന്നു. നടക്കുമ്പോൾ ഷൂവിന്റെ ശബ്ദം കേൾക്കുമല്ലോ, അതിപ്പോ കേൾക്കുന്നില്ല. നിയോം പതിയെ തിരിഞ്ഞു നോക്കിയതും ദേ പഴയതുപോലെ അവനെ നോക്കി ഇളിച്ചോണ്ട് നിൽക്കുന്നു. സാധാരണ അങ്ങനെയല്ലല്ലോ വേണ്ടത്. അയാൾ നടന്ന് അപ്പുറത്തേക്ക് പോണം. എന്ന് വെച്ചാൽ ഇപ്പോൾ സംഭവിച്ചത് സ്ട്രേഞ്ച് ആണ്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തിരിഞ്ഞു നടക്കണമെന്നല്ലേ? അതുകൊണ്ട് ഇത്തവണ നിയോം റൂളിൽ പറഞ്ഞതുപോലെ തിരിഞ്ഞു നടക്കുന്നു. വിചാരിച്ചതുപോലെ തന്നെ ലെവൽ 2ലേക്കാണ് എത്തിയതും ഇനി ഇതുപോലെ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. അവൻ വീണ്ടും മുന്നിലേക്ക് നടന്ന് എക്സിറ്റ് 8 എന്ന എഴുതിയടുത്തേക്ക് എത്തുന്നു. എക്സിറ്റ് 8 എന്ന ബോർഡും ഫോട്ടോസും സ്യൂട്ട് കേസ് മാനും ഡോറുകളും അങ്ങനെ സകലതും കറക്റ്റ് ആണ്. അതെല്ലാം കടന്ന് മുന്നിലേക്ക് വരുമ്പോൾ സൈഡിലായിട്ട് കുറച്ച് ലോക്കറുകൾ ഇരിപ്പുണ്ട്. നിയോം അതും മറികടന്ന് പോയപ്പോഴാണ് അതിൽ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. ചിലപ്പോ അതിനുള്ളിൽ വല്ല കുഞ്ഞുണ്ടെങ്കിലോ? അവൻ പതിയെ ചെന്ന് ശബ്ദം കേട്ട ലോക്കർ തുറന്നു നോക്കുന്നു. പക്ഷേ കരയുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ, കുട്ടിയില്ല. അവൻ വേഗം ലോക്കർ അടച്ചതും അവിടെയുള്ള മുഴുവൻ ലോക്കറിൽ നിന്നും ഒരുപാട് കുഞ്ഞുങ്ങൾ കരയുന്ന പോലത്തെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതൊരു അബ്നോർമലായ കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ നിയോം വന്ന വഴി വേഗം തിരിഞ്ഞോടുന്നു. ഓടി ചെല്ലുമ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ സ്യൂട്ട് കേസ് മാൻ ഫോൺ നോക്കി നിൽപ്പുണ്ട്. അയാളെ മറികടന്ന് ചെല്ലുമ്പോൾ ലെവൽ 3ലേക്കാണ് വന്നതും. എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തതെല്ലാം കറക്റ്റ്. ഇതുപോലെ പോയാൽ അവസാനം എക്സിറ്റ് 8 പറ്റും. സന്തോഷത്തോടെ അവൻ പിന്നെ മുന്നിലേക്ക് നടന്ന് എക്സിറ്റ് 8 വീണ്ടും എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കാൻ തുടങ്ങി. എല്ലാം ശരിയാണ് എന്ന് കരുതി മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചുവരിലെ ഫോട്ടോകളില്ലേ, അതിന്റെ എല്ലാം കണ്ണിന് എന്തോ ഒരു മാറ്റം. എന്ന് വെച്ചാൽ നിയോം എങ്ങോട്ടാണോ നടക്കുന്നത് ഫോട്ടോയിലെ കണ്ണുകളെല്ലാം അവന്റെ വശത്തേക്ക് തിരിയുന്നു. അതൊരു അബ്നോർമലായ കാര്യമല്ലേ? അതുകൊണ്ട് അവൻ വേഗം തിരിഞ്ഞോടാൻ തുടങ്ങി. അങ്ങനെ ഇത്തവണയും അവൻ ജയിച്ച് ലെവൽ 4 വരുന്നു. അങ്ങനെ തന്നെ സൂപ്പർഡാ, ഇനി 4 ലെവലും കൂടി. അവൻ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നടക്കുന്നു. ചുവരിലെ ഫോട്ടോസും ഡോർസും സൂട്ട് കേസ് മാനും എല്ലാം കറക്റ്റ്. സൈഡിലുള്ള ലോക്കറും ഒക്കെയാണ്. സ്ട്രേഞ്ച് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് മുന്നിലേക്ക് തന്നെ നടന്നു ചെന്നതും ഇത്തവണ ലെവൽ 5 എത്തുന്നു. ഇനി 3 റൗണ്ടും കൂടി. എക്സിറ്റ് 8ലേക്ക് ചെല്ലുന്നു. എല്ലാം ശരിയാണെന്ന് ചെക്ക് ചെയ്യുന്നു. എല്ലാം കറക്റ്റ്. അങ്ങനെ മുന്നിലേക്ക് നടക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ അത് അവന്റെ എക്സ് വൈഫ് ആണ്. അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്യുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തത്? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. അത് ഞാൻ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലാ. ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു വരേണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാനിപ്പോ വിളിച്ചത് നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാ. നിന്റെ അഭിപ്രായം എന്താ? അവൾ അങ്ങനെ ചോദിച്ചതും നിയോം ഇന്ന് ട്രെയിനിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അവളോട് പറയുന്നു. ഇന്ന് അയാള് ആ അമ്മയോടും കുഞ്ഞിനോടും ദേഷ്യപ്പെട്ടപ്പോൾ അയാളെ ഒന്ന് എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഒരു കുഞ്ഞിന്റെ അച്ഛനാകുന്നത്? ശരി, ആദ്യം നീ ഹോസ്പിറ്റലിലേക്ക് വരാൻ നോക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് സംസാരിക്കാം. അത്രയും പറഞ്ഞ് അവള് കോള് കട്ട് ചെയ്യുന്നു. കോള് കട്ടായപ്പോഴാണ് നിയം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറച്ചു മുന്നേ അവൻ വന്നത് ലെവൽ 5ലേക്കല്ലായിരുന്നോ? എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മൈനസ് ആയിട്ട് വന്ന് നിൽക്കുന്നത് ലെവൽ 0ലേക്കാണ്. അത് എങ്ങനെ വന്നെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എല്ലാം കറക്റ്റ് ആയിരുന്നല്ലോ, പിന്നെങ്ങനെ? അപ്പോഴാണ് അവൻ ഇപ്പോൾ വന്ന കോളിനെ പറ്റി ഓർമ്മ വന്നത്. ഈ ടണലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ ഫോണിലെ സിഗ്നൽ എല്ലാം കട്ടായിരുന്നു. അപ്പോ വൈഫിന്റെ കോൾ എങ്ങനെ വരാനാ? എന്ന് വെച്ചാൽ അതൊരു അബ്നോർമൽ ആയ കാര്യമായിരുന്നു. തിരിഞ്ഞു നടക്കേണ്ടതിന് പകരം മുന്നിലേക്കാണ് നടന്നതും. റൂള് തെറ്റിയത് കൊണ്ട് വീണ്ടും ലെവൽ 0ലേക്ക് വന്നു. അതാണ് ശരിക്കും നടന്നത്. പണ്ടാരം ഇനി 1 മുതൽ തുടങ്ങണം. മൊത്തത്തില് മടുത്തു പോയവന്. പക്ഷേ മുന്നോട്ട് പോയല്ലേ പറ്റൂ. അങ്ങനെ വീണ്ടും അവൻ നടന്ന് എക്സിറ്റ് 8 ഇത്തവണ വ്യത്യസ്തമായിട്ട് അവിടെ മുഴുവനും യെല്ലോ ലൈറ്റ് ആയിരുന്നു. അത് അബ്നോർമൽ ആണല്ലോ. എങ്കിലും ലെവൽ 5 വരെ വന്നിട്ട് വീണ്ടും 1 മുതൽ തുടങ്ങേണ്ടി വന്നില്ലേ? അതിന്റെ ഫ്രസ്ട്രേഷനിലെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എടുത്ത് ഒരൊറ്റ ഏറ്. അത്രയും മടുത്തു പോയവൻ. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു ഒന്ന് നോർമൽ ആയതും അവൻ തിരികെ നടക്കാൻ തുടങ്ങി. റൂൾസ് ശരിയായത് കൊണ്ട് തന്നെ
ലെവൽ 1ലേക്കാണ് വന്നതും. പക്ഷേ ഇത്തവണ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും എക്സിറ്റ് 8ലേക്ക് വരുന്നു. ഇത്തവണ പഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഒരു കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു അബ്നോർമൽ ആയ കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ അവൻ തിരികെ നടക്കുന്നു. പക്ഷേ ലെവൽ 2ലേക്കല്ലേ വരേണ്ടത്. എന്നാൽ കണക്കുകളെല്ലാം തെറ്റിച്ച് അവൻ വന്നത് ലെവൽ 0ലേക്കാണ്. അതെങ്ങനെ? എല്ലാം ശരിയായിട്ടല്ലേ ചെയ്തത്? ഒന്ന് ചിന്തിച്ചപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. നേരത്തെ കണ്ട കുട്ടി ശരിക്കും ഉള്ളതായിരുന്നു. തന്നെ പോലെ എങ്ങനെയോ ഈ ലൂപ്പിൽ പെട്ടുപോയൊരു കുട്ടി. മോനെങ്ങനെ ഇവിടെ വന്നത്? മോന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ആ കുട്ടി മറുപടി ഒന്നും പറയുന്നില്ല. പകരം അവനെയും കടന്ന് എക്സിറ്റ് 8ലേക്ക് കൂടി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന നമ്മുടെ സ്യൂട്ട് കേസ് മാന് നേർക്ക് കൈ ചൂണ്ടി കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആ സ്യൂട്ട് കേസ് മാന് എന്താണ് സംഭവിച്ചതെന്നാണ്. നിയോമിനെ പോലെ തന്നെ അയാളും ഈ ലൂപ്പിൽ കുടുങ്ങിപ്പോയതായിരുന്നു. അയാള് മാത്രമല്ല, നേരത്തെ കണ്ട ഈ കുട്ടിയും ലൂപ്പിൽ പെട്ടുപോയതാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ചായിരുന്നു എക്സിറ്റ് 8 കണ്ടുപിടിക്കാൻ ശ്രമിച്ചതും ലെവൽ 4 വരെ എത്തിയതുമാണ്. ഇവിടെ എപ്പോഴും നിയോമിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്യൂട്ട് കേസ് മാനല്ലേ നടന്നു വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു പെൺകുട്ടിയായിരുന്നു നടന്നു വരുന്നത്. അയാളും ഓരോ തവണയും ചുവരിലുള്ള ഫോട്ടോസും വാതിലുകളും ബോർഡുകളും നടന്നു പോകുന്ന പെൺകുട്ടിയെയും എല്ലാം നോക്കി ഉറപ്പുവരുത്തിയാണ് നടക്കുന്നത്. കൂടെ ആ കുട്ടിയും. അങ്ങനെ ആ ലെവലും കടന്ന് ലെവൽ 5ലേക്ക് വരുന്നു. ഇനി 3 ലെവലും കൂടി ജയിച്ചാൽ മതി. എന്നെ പോലെ 3 എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അതും പറഞ്ഞ് ആ കുട്ടിയുമായിട്ട് അയാൾ വീണ്ടും മുന്നിലേക്ക് നടക്കുന്നു. ഓപ്പോസിറ്റ് ആയിട്ട് ആ പെൺകുട്ടിയും വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ആ പെൺകുട്ടി അയാളെ നോക്കി സംസാരിക്കാൻ തുടങ്ങിയതും. സർ, ഞാനും ഈ സ്ഥലത്ത് കുടുങ്ങിപ്പോയതാ. എങ്ങനെയാണ് വെളിയിൽ പോകേണ്ടതെന്നും അറിയില്ല. അതുകൊണ്ട് പ്ലീസ് എന്നെ നിങ്ങളുടെ ടീമിൽ ചേർക്കുവോ? അത് കേട്ട് ആദ്യം അയാളെന്ന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു. എന്തായാലും നമ്മളെല്ലാം ഒരുപോലെ പെട്ടുപോയതല്ലേ, അതുകൊണ്ട് നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. അതും പറഞ്ഞ് അയാൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഈ സ്ഥലത്ത് കുടുങ്ങിപ്പോയത്? ഒരു പക്ഷേ നമ്മൾ മരിച്ചുപോയി കാണുമോ? ഇനി ഇതായിരിക്കുമോ നരകം? ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ടായിരിക്കും ഇവിടെ കുടുങ്ങിപ്പോയത്. അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും അയാൾ ശരിക്കും ഒന്ന് പേടിച്ചു. ഇനി അങ്ങനെ ആയിരിക്കും എന്ന് പോലും കരുതി. പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. അതും പറഞ്ഞ് അവള് ചിരിച്ചപ്പോഴാണ് അയാൾക്ക് സമാധാനമായത്. ശരി ശരി, ഇവിടെ വേറെ വ്യത്യാസമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ഇത് ക്രോസ് ചെയ്ത് പോകാം. അതും പറഞ്ഞ് അയാൾ ആ പെൺകുട്ടിയെ വിളിച്ചെങ്കിലും അവൾ നിന്നെടുത്ത് തന്നെ അനങ്ങാതെ നിൽക്കുവാണ്. എന്താ വരുന്നില്ലേ? അത് എപ്പോഴും ഞാൻ ഇതുവഴി പോകുമ്പോൾ എന്നെ ക്രോസ് ചെയ്ത ഒരാൾ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ അയാൾ ക്രോസ് ചെയ്ത് പോയില്ല. അങ്ങനെയെങ്കിൽ ഇത് നോർമൽ ആയിരിക്കുമോ അബ്നോർമൽ ആയിരിക്കുമോ? നമ്മളെ മുന്നിലേക്കാണോ അതോ പുറകിലേക്കാണോ പോകേണ്ടത്? അവൾ അങ്ങനെ ചോദിച്ചതും അയാൾക്കും ശരിക്കും കൺഫ്യൂഷനായി. സാർ, നിങ്ങൾ എന്തിനാ ഇവിടം വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുന്നു, കഴിക്കുന്നു, ട്രെയിനിൽ കയറി ജോലിക്ക് പോകുന്നു. ഇത് തന്നെയല്ലേ ദിവസവും ചെയ്യുന്നത്? ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു. അങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തോ പ്രയോജനം? അതുകൊണ്ട് ഇവിടുന്ന് പുറത്തു പോണ്ട. ഈ കാര്യം തന്നെ ആ പെൺകുട്ടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. അതും ശബ്ദം മാറി ഇപ്പോൾ ഒരു ആണിന്റെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതും. അത് കണ്ടപ്പോഴാണ് ഇതൊരു അബ്നോർമലായ കാര്യമാണ് അയാൾക്ക് മനസ്സിലായതും. വേഗം തന്നെ ആ കുട്ടിയുടെ കൈ പിടിച്ച് അയാൾ പുറകിലേക്ക് ഓടുന്നു. അങ്ങനെ ലെവൽ 6ലേക്ക് എത്തുന്നു. ഇനി 2 ലെവൽ കൂടി. അയാൾ ആവേശത്തോടെ ആ കുട്ടിയുമായിട്ട് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ഇത്തവണ എല്ലാം കറക്റ്റാണ്. എല്ലാം ഉറപ്പുവരുത്തി അയാൾ മുന്നിലേക്ക് നടന്നെങ്കിലും ആ കുട്ടി മാത്രം വന്നില്ല. അവരുടെ ഡോറിലേക്ക് നോക്കി നിൽക്കുവാണ്. നിനക്കെന്താ പറ്റിയത്? വേഗം വരാൻ നോക്ക്, ഇവിടെ എല്ലാം നോർമലാ. അതും പറഞ്ഞ് അയാൾ ആ കുട്ടിയെ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നടക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി നോക്കി നിന്ന ഡോറിന്റെ ലോക്ക് സെന്ററിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ സൈഡിലായിട്ടല്ലേ ലോക്ക് വരേണ്ടത്. അതൊരു അബ്നോർമലായ കാര്യമായിരുന്നു. അത് പറയാനാണ് അവൻ ശ്രമിച്ചതും. പക്ഷേ അതിനു മുന്നേ അയാൾ അവന്റെ കൈ പിടിച്ചു വലിച്ച് മുന്നോട്ടേക്ക് നടന്നു. അതുകൊണ്ട് തന്നെ എത്തി നിന്നത് ലെവൽ 0യിലും. നിയോമിനെ പോലെ തന്നെ അയാൾക്ക് ദേഷ്യം വന്ന് ബാഗ് എല്ലാം വലിച്ചെറിയുന്നു. അതും പുരാഞ്ഞ് ബോർഡൊക്കെ വലിച്ചിളക്കി തറയിലിട്ട് ചവിട്ടി കൂട്ടുവാണ്. അത്രയ്ക്ക് ദേഷ്യം. അപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ആ കുട്ടി അയാൾ ശ്രദ്ധിക്കുന്നത്. അവൻ പേടിച്ചെന്ന് മനസ്സിലായതും അയാൾ സ്വയം സമാധാനപ്പെടാൻ ശ്രമിച്ചു. സോറിടാ, മോൻ പേടിച്ചു പോയോ? ഇനി ഇങ്ങനെ ചെയ്യില്ല. അത് പറഞ്ഞ് അയാൾ ആ കുട്ടിയുമായിട്ട് വീണ്ടും ആദ്യം മുതൽ നടക്കാൻ തുടങ്ങി. എന്നാൽ എക്സിറ്റ് 8ലേക്ക് ചെന്നതും വളവിന് പകരം മുകളിലേക്കുള്ള പടിക്കെട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടതും അയാൾക്കാണെങ്കിൽ ഒടുക്കത്ത സന്തോഷം. ദാ കണ്ടോ, നമ്മൾ ലെവൽ 8ലെത്തി. വാ, അതുവഴി നമുക്ക് രക്ഷപ്പെടാം. അതൊരു അബ്നോർമലായ കാര്യമാണെന്ന് കൂടി ചിന്തിക്കാതെ അയാൾ ആ കുട്ടിയും വലിച്ചുകൊണ്ട് പടിക്കെട്ട് കയറാൻ തുടങ്ങി. പക്ഷേ ആ കുട്ടിയാണെങ്കിൽ പടിയിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. അത് അബ്നോർമൽ ആണെന്ന് അവൻ അറിയാം. പക്ഷേ അങ്ങേർക്ക് മനസ്സിലാവണ്ടേ? ഞാൻ പോകുവാ, നീ ഇവിടെ കിടന്ന് ചാവ്. അതും പറഞ്ഞ് അയാൾ ആ കുട്ടിയെ തള്ളിയിട്ട് മുകളിലേക്ക് കയറി ഓടുന്നു. പക്ഷേ ആ കുട്ടിയാണെങ്കിൽ അതൊരു അബ്നോർമലായ കാര്യമായതുകൊണ്ട് തിരികെ നടക്കാൻ തുടങ്ങി. അവൻ അങ്ങനെ ലെവൽ 1ലേക്കും വരുന്നു. വീണ്ടും മുന്നിലേക്ക് നടന്ന് എക്സിറ്റ് 8ലെത്തിയതും ഓപ്പോസിറ്റ് ആയിട്ട് ആ പെൺകുട്ടിക്ക് പകരം നടന്നു വന്നത് സ്യൂട്ട് കേസ് മാനായിരുന്നു. അത് കണ്ട് ആ കുട്ടി ഓടിച്ചെന്ന് അയാളുടെ ബാഗിൽ പിടിച്ചു വലിച്ചു നിർത്താൻ നോക്കി. പക്ഷേ അയാൾ അതേ നടത്തം തന്നെ. വളവ് കഴിഞ്ഞതും കയ്യിലെ ഫോൺ നോക്കി അവിടെ അങ്ങ് നിന്നു. ഒരു പക്ഷേ അയാൾ ആ പടിക്കെട്ട് നടന്നു പോയിട്ടുണ്ടാവില്ല. അത് കാരണം അയാളും ഈ സ്ഥലത്തിന്റെ ഒരു ഭാഗമായി മാറിക്കാണും. ഇനി മുതൽ വഴിതെറ്റി വരുന്നവരെ കൺഫ്യൂസ് ചെയ്യുന്നതായിരിക്കും അയാളുടെ ഇനിയുള്ള ജോലിയും. എന്തായാലും നേരത്തെ എക്സിറ്റ് 8ൽ അബ്നോർമൽ ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ കുട്ടി മുന്നിലേക്ക് പോകേണ്ടതിന് പകരം ആ സ്യൂട്ട് കേസ് മാനെ ഫോളോ ചെയ്ത് പിറകിലേക്കല്ലേ വന്നത്. അതുകൊണ്ട് അവൻ വീണ്ടും ലെവൽ 0യിലേക്കാണ് വന്നതും. അവൻ പിന്നെ മുന്നിലേക്ക് നടന്ന് എക്സിറ്റ് 8ലേക്ക് വരുന്നു. അപ്പോഴാണ് നമ്മുടെ നിയോമോ
അവനെ കാണുന്നത്. ആ കുട്ടിയും തന്നെ പോലെ പെട്ടുപോയതാണെന്ന് മനസ്സിലാക്കി നിയോം അവനെ കൂടെ കൂട്ടുന്നു. പിന്നീട് രണ്ടുപേരും കൂടി ഒരുമിച്ചായിരുന്നു നടത്തം. നിയോം നോക്കുമ്പോൾ ഇപ്രാവശ്യം എല്ലാം ശരിയാണ്. അവൻ മുന്നിലേക്ക് നടക്കുന്നു. എന്നാൽ ആ കുട്ടി മാത്രം എക്സിറ്റ് 8 എന്നെഴുതിയ ബോർഡിൽ നോക്കി നിൽക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ആ ബോർഡിന്റെ പിറകിലായിട്ട് സാധാരണ കോൺഗേറ്റ്സ് എന്ന വേർഡ് ആയിരുന്നു എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ടേൺ ബാക്ക് എന്നും. അത് അബ്നോർമൽ അല്ലേ? അത് ശ്രദ്ധിക്കാതെ നിയോ മുന്നിലേക്ക് നടന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലെവൽ 0യിലേക്കാണ് വന്നതും. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അതുകൊണ്ട് അത് കാര്യമാക്കാതെ അവൻ മുന്നോട്ട് നടന്ന് വീണ്ടും എക്സിറ്റ് 8ലേക്ക് വരുന്നു. പഴയതുപോലെ എല്ലാം നോർമലാണ്. പക്ഷേ അവിടെയുള്ള ഫോട്ടോസിലായിട്ട് കുറച്ച് ഉറുമ്പുകളുടെ ഫോട്ടോ ഇല്ലേ? അതിലവന് എന്തോ ഒരു സംശയം. ഡാ, ഈ ഫോട്ടോയിൽ എന്തോ മാറ്റമില്ലേ? നമുക്ക് തിരിച്ചു നടക്കാം. നിയോം ആ കുട്ടിയോടത് പറഞ്ഞെങ്കിലും അവനത് ശ്രദ്ധിക്കാതെ മുന്നിലേക്ക് തന്നെ ഓടിപ്പോകുന്നു. ഓ ഈ കുരുപ്പ്! അത് പറഞ്ഞ് അവനും ആ കുട്ടിയുടെ പിറകെ ഓടിച്ചെല്ലുന്നു. എന്നാൽ രണ്ടുപേരും ചെന്നത് ലെവൽ 1ലേക്കാണ്. എന്ന് വെച്ചാൽ ആ കുട്ടിയായിരുന്നു ശരി. അതോടെ നിയോമിനൊരു കാര്യം മനസ്സിലായി. കുട്ടിയാണെങ്കിലും ചെക്കന് കാഞ്ഞ ബുദ്ധിയാണ്. സകല കാര്യങ്ങളും അതുപോലെ തന്നെ അവന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ അവനുമായിട്ട് വീണ്ടും എക്സിറ്റ് 8ലേക്ക് ചെല്ലുന്നു. ചെക്ക് ചെയ്തപ്പോൾ എല്ലാം നോർമൽ ആയിട്ടാണ് ഉള്ളതും. എല്ലാം ഉറപ്പുവരുത്തി നിയോ മുന്നിലേക്ക് നടന്നെങ്കിലും ആ കുട്ടി മാത്രം വന്നില്ല. പഴയ പോലെ ഒരു ഡോറിലേക്ക് നോക്കി നിൽക്കുവാണ്. നീ എന്താ നോക്കി നിൽക്കുന്നേ? വാ നമുക്ക് പോകാം. അതും പറഞ്ഞ് നിയോം ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവൻ നോക്കി നിൽക്കുന്ന ഡോർ ശ്രദ്ധിക്കുന്നത്. അതിന്റെ ഹാൻഡില് സെന്ററിലായിട്ടാണ് ഉള്ളത്. അങ്ങനല്ലല്ലോ വേണ്ടത്. അപ്പോ അത് അബ്നോർമൽ അല്ലേ? അവൻ വേഗം ആ കുട്ടിയുമായിട്ട് തിരികെ നടക്കുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം കളയാതെ അവർ വീണ്ടും എക്സിറ്റ് 8ലേക്ക് നടക്കുന്നു. പക്ഷേ ഇത്തവണ അവിടേക്ക് ചെന്നതും അവിടെ ഉണ്ടായിരുന്ന സകല ലൈറ്റ് ഓഫായി പോയി. ഒന്നും കാണാൻ പറ്റാത്ത അത്ര ഇരുട്ട്. നിയോം വേഗം തന്റെ ഫോൺ എടുത്ത് ടോർച്ച് ഓണാക്കി നോക്കുന്നു. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെട്ടെന്നാണ് എന്താ വീഴുന്ന പോലൊരു ശബ്ദം. അവൻ പേടിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ടോർച്ച് അടിച്ചതും ചുവരിലുണ്ടായിരുന്ന വെന്റിലേഷൻ ഓപ്പൺ ആയി കിടക്കുന്നതാണ് കാണുന്നത്. കൂടാതെ അവിടെയെല്ലാം രക്തവും പറ്റി പിടിച്ചിട്ടുണ്ട്. ആരായാലും പേടിക്കില്ലേ? അവൻ വേഗം മുന്നിലേക്ക് ടോർച്ച് അടിച്ചതും ദേ നമ്മുടെ സൂട്ട്കേസ് മാൻ. അവന്റെ ജീവൻ അങ്ങ് പോയി. പക്ഷേ ആള് പതിവ് പോലെ നടന്നു പോയതാ. പെട്ടെന്നാണ് അവന്റെ കാലിന്റെ താഴെ കൂടെ എലിയെ പോലെ എന്തൊക്കെ ഓടിപ്പോകുന്നത്. അതിനൊപ്പം കൊച്ചുകുട്ടി കരയുന്നത് പോലത്തെ ശബ്ദവും. ടോർച്ചടിച്ച് നോക്കിയപ്പോഴോ കുറെ എലികളായിരുന്നു അത്. പക്ഷേ അതിന്റെ ദേഹം മുഴുവനും മനുഷ്യന്റേത് പോലത്തെ കണ്ണും മൂക്കും വായും ചെവിയും ഒക്കെ. കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ. പിന്നീട് ഒരു നിമിഷം പോലും നിൽക്കാതെ ആ കുട്ടിയും വിളിച്ചുകൊണ്ട് നിയോം തിരിഞ്ഞോടുന്നു. ഓടി ഓടി ആ വളവ് ക്രോസ് ചെയ്തതും ലൈറ്റ് എല്ലാം തെളിഞ്ഞ് എല്ലാം പഴയതുപോലെയായി. മാത്രമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ലെവൽ 3ലേക്കും. അങ്ങനെ വീണ്ടും അവർ എക്സിറ്റ് 8ലേക്ക് ചെല്ലുന്നു. ഇത്തവണ അവർ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് നിയോമിന്റെ വൈഫായിരുന്നു. ആദ്യം നിയോം എന്ന് ഷോക്കായെങ്കിലും അതൊരു അബ്നോർമൽ ആണെന്ന് അവനറിയാം. പക്ഷേ ആ കുട്ടിയാണെങ്കിൽ അവളെ കണ്ട് അമ്മ എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. നിയോം വേഗം ചെന്ന് അവനെ പിടിച്ചു വെക്കുന്നു. അത് മോന്റെ അമ്മയല്ല, വാ നമുക്ക് തിരികെ പോകാം. അത് പറഞ്ഞ് ആ കുട്ടിയെ വലിച്ചുകൊണ്ട് അവൻ തിരികെ നടന്നു. ചെയ്തത് ശരിയായതുകൊണ്ട് തന്നെ ലെവൽ 4ലേക്കാണ് വന്നതും. രണ്ടുപേരും കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു. നീ എങ്ങനെ അമ്മയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത്? അത് ഞാൻ മനഃപൂർവ്വം ഒളിച്ചിരുന്നതാ. അപ്പോ എന്റെ അമ്മേനെ കണ്ടുപിടിക്കാൻ വരില്ലേ? ഞാൻ കുഞ്ഞിലെ എങ്ങനായിരുന്നു? അമ്മ കാണാതെ മിക്കവാറും ഒളിച്ചിരിക്കും. എന്താണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി നിന്റെ അമ്മയെ ഏൽപ്പിക്കും. അതിന് ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം, വാ. അത് പറഞ്ഞ് ആ കുട്ടിയുടെ കൈ പിടിച്ച് നിയോം എക്സിറ്റ് 8ലേക്ക് നടക്കുന്നു. ഇത്തവണ ഒരു പ്രശ്നവും നിയോമിന് തോന്നിയില്ല. എല്ലാം നോർമലാണ്. അത് കരുതി മുന്നോട്ട് നടക്കാൻ പോയപ്പോഴാണ് ആ കുട്ടി അവനൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എക്സിറ്റ് 8 എന്ന് എഴുതിയിരിക്കുന്നില്ലേ? അതിലെ 8 തല തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് അബ്നോർമൽ ആണ്. രണ്ടുപേരും തിരിഞ്ഞു നടക്കുന്നു. അങ്ങനെ ലെവൽ 5ലെത്തി. ഇനി 3 ലെവലും കൂടി. വീണ്ടും എക്സിറ്റ് 8ലേക്ക് പോകുന്നു. എല്ലാം ചെക്ക് ചെയ്യുന്നു. എല്ലാം നോർമൽ ആണെന്ന് കരുതി മുന്നിലേക്ക് നടക്കുമ്പോഴാണ് അവിടെ ഉള്ളതിൽ ഒരു ഡോർ തനി ഓപ്പൺ ആവുന്നത്. അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ ആർക്കായാലും ആകാംക്ഷ തോന്നില്ലേ? രണ്ടുപേരും ഡോർ മുഴുവനും തുറന്ന് ഉള്ളിലേക്ക് നോക്കുന്നു. അപ്പോതേ നിയോം കാണുന്നത് അവനെ തന്നെയാണ്. തുടക്കത്തില് ട്രെയിനിലെ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ട് നിന്നില്ലേ? അതാണ് അവൻ കാണുന്നതും. അത് കണ്ട് ഒന്നും ഞെട്ടിയെങ്കിലും അബ്നോർമലായ കാര്യമല്ലേ? അതുകൊണ്ട് രണ്ടുപേരും തിരിഞ്ഞു നടന്നു. അങ്ങനെ ഇപ്പോൾ ലെവൽ 6ൽ എത്തിയിരിക്കുകയാണ്. ഇനി 2 ലെവലും കൂടി. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നീ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനൊരു ചീസ് പിസ്സ മേടിച്ചു കഴിക്കും. അത് കേട്ടതും നിയോം ചിരിക്കുന്നു. നിനക്ക് എന്ത് വേണമെന്നൊരു ഐഡിയ എങ്കിലും ഉണ്ടല്ലോ? എനിക്ക് അതുപോലും ഇല്ല. അത് കേട്ട് ആ കുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ശംഖ് എടുത്ത് അവന് കൊടുക്കുന്നു. ഇത് കയ്യിൽ വെച്ചാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സേഫ് ആക്കും. നിയോമും ആ ശംഖ് മേടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും എക്സിറ്റ് 8ലേക്ക് നടക്കുന്നു. ഇത്തവണ എല്ലാ കാര്യങ്ങളും നോർമലാണ്. സ്ട്രേഞ്ച് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ആ സന്തോഷത്തില് മുന്നിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അപായ സൈറൻ മുഴങ്ങുന്നത്. ഈ ഭൂകമ്പോ സുനാമിയൊക്കെ വരുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെ ഒരു സൈറൻ. എന്നാൽ അത് കേട്ടപ്പോൾ തിരിഞ്ഞോടണ്ടേ? അതിനു പകരം രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിലാണ് പ്രളയം പോലെ അവിടേക്ക് വെള്ളം ഏറെച്ചെത്തുന്നത്. അത് കണ്ട് നിയോം വേഗം ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് തിരിഞ്ഞോടിയെങ്കിലും ആ കുട്ടി കാൽ സ്ലിപ്പായിട്ട് തറയിലേക്ക് വീണുപോയി. രണ്ടുപേരും
അങ്ങനെ ആ പ്രളയത്തിലും പെട്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഇല്യൂഷൻ ആണ്. അതില് നിയോമും അവന്റെ വൈഫും പിന്നെ ആ കുട്ടിയും കൂടി ഒരു കടൽ തീരത്ത് നിൽക്കുവാണ്. മാത്രമല്ല ആ കുട്ടി നിയോമിനെ അച്ഛാന്നാണ് വിളിക്കുന്നതും. ആ കുട്ടി ഓടി വന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു ശംഖെടുത്ത് നിയോമിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ആ വെള്ളത്തിൽ പെട്ടുപോയപ്പോൾ നിയോമിന് തോന്നിയ ഒരു ഇല്യൂഷൻ മാത്രമാണ്. അവൻ ഒരു വിധത്തിൽ ആ കുട്ടിയെ രക്ഷിച്ച് എക്സിറ്റ് 8 എന്ന് എഴുതിയ ബോർഡിന് മുകളിൽ കയറ്റി രക്ഷപ്പെടുത്തുന്നു. അവനും അതിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദേഹത്തേക്ക് ശക്തമായിട്ട് എന്തോ വന്നടിച്ചതും അവൻ ആ ഒഴുക്കിൽ പെട്ടുപോയി. പിന്നീട് കാണിക്കുന്നത് കുറച്ച് സമയങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ കുറെ വേസ്റ്റുകളുടെ നടുക്കായിട്ടാണ് ആ കുട്ടി കിടക്കുന്നത്. ഇപ്പൊ ഇവിടെ നടന്നത് അബ്നോർമലായ കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ ബോധം വന്നതും അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കുന്നു. അങ്ങനെ ഇപ്പോൾ ലെവൽ 7 വന്നിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ലെവലും കൂടി. ആ കുട്ടി വേഗം തന്നെ എക്സിറ്റ് 8 നടക്കുന്നു. അവൻ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോർമലാണ്. അബ്നോർമൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എക്സിറ്റ് 8 കടന്ന് അവൻ അവിടുന്ന് പോകുന്നു. പിന്നീട് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ നിയോമിന് എന്ത് സംഭവിച്ചെന്നല്ലേ? അവനൊന്നും സംഭവിച്ചിട്ടില്ല. ആ കുട്ടി പോയ അതേ സെക്കൻഡിൽ തന്നെ അവനും എക്സിറ്റ് 8 വരുന്നു. അവിടെയെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നോർമലാണ്. അബ്നോർമൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് നടന്ന് ആ കുട്ടി പോയ വഴി തന്നെ അവന് പോകുന്നു. ഒടുക്കം മറു സൈഡിലേക്ക് എത്തിയതും അവൻ ശരിക്കും ഞെട്ടി. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ലെവൽ 8 അതിന് തൊട്ട് താഴെയായിട്ട് പുറത്തേക്ക് പോകാനുള്ള പടിക്കെട്ടുകളും. എന്ന് വെച്ചാൽ അവൻ ഇപ്പോൾ മുഴുവൻ ലെവലുകൾ ജയിച്ച് പുറത്തേക്കുള്ള വഴിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നിയം വേഗം ആ കുട്ടി കൊടുത്ത ശംഖെടുത്ത് നോക്കുന്നു. ഒരു പക്ഷേ അതായിരിക്കും അവനെ രക്ഷിച്ചത്. സമയം കളയാതെ അവൻ വേഗം തന്നെ ആ പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ച് താഴേക്ക് ചെന്നതും വേറെ ആൾക്കാരൊക്കെ മുകളിലേക്ക് കയറി വരുന്നത് കാണുന്നു. മാത്രമല്ല ഇത്രയും നേരം ഫോണിലല്ലായിരുന്ന സിഗ്നൽ കിട്ടുകയും ചെയ്തു. അവൻ സന്തോഷത്തോടെ നടന്നു വന്നു ഒരു മെഷീനിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. അത്രയും ദാഹിച്ചിരുന്നതാണ്. വെള്ളം കുടിച്ചിട്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എക്സിറ്റ് 8 എന്ന ബോർഡ്. അതുവഴിയാണ് എല്ലാവരും പോകുന്നതും. തുടക്കത്തില് നിയം നടന്ന് മുകളിലേക്ക് കയറിയ വഴി. അതുവഴി പോയപ്പോഴാണ് ലൂപ്പിൽ ചെന്ന് പെട്ടതും. അതൊന്ന് നോക്കി അവൻ ഫോൺ എടുത്ത് തന്റെ വൈഫിനെ കോൾ ചെയ്തുകൊണ്ട് ആ വഴിയെ പോകാതെ വേറെ വഴിയെ നടക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരുവാ. അത്രയും പറഞ്ഞ് കോള് കട്ട് ചെയ്തുകൊണ്ട് അവൻ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അങ്ങനെ ട്രെയിൻ ചലിച്ചു തുടങ്ങിയതും അവൻ ഫോൺ നോക്കി നിൽക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. നോക്കിയപ്പോഴോ സിനിമയുടെ തുടക്കത്തിൽ ട്രെയിനിൽ ഒരു കുഞ്ഞ് കരയുന്നത് കാണിച്ചില്ലേ? അത് കേട്ട് അടുത്തു നിന്ന് ഒരാൾ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. അതേ കാര്യം തന്നെ ഒരു ലൂപ്പ് പോലെ വീണ്ടും റിപ്പീറ്റ് അടിച്ചു നടക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എല്ലാം ഒരു ട്രാപ്പാണ്. നിയം 7ാമത്തെ ലെവൽ തോറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ലൂപ്പ് ആദ്യം മുതൽ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അത് മനസ്സിലാക്കിയ ഇവന്റെ അവസ്ഥ ഊഹിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ വീണ്ടും ലൂപ്പിൽ ട്രാപ്പായ നിയോമിനെ കാണിച്ചുകൊണ്ട് എക്സിറ്റ് 8 എന്ന ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.